പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. മഞ്ഞുനീരിൻ തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ. മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എന്നിലാകെ എന്നും മിന്നി നിൽക്കില്ലേ. ഉരുകുമീ വെയിലിൽ ഉതിരുമാ മഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ. ഓമൽ പെൺമണി പൂവേ എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. ബാല്യകാല പൊയ്കയിൽ നീയേതോ നാളിൽ വല്ലിയാമ്പൽ ചെണ്ടുപോലെ താനേ വന്നേ. കാണാൻ കൊതിച്ചേ നിന്നെ ഞാനാ മുഖത്തു ചന്തം. കാലം കടന്നേ മെല്ലെ മോഹം വളർന്നേ പിന്നെ. അന്നുമെന്നും നെഞ്ചിനുള്ളിൽ നീയേ മാത്രം. എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ. ലാ 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 ആഹാ. ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ. പറയുവാനിതാദ്യമായി വരികൾ മായേ. മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും. തീരാതെ ഉള്ളിലിനിയില മഞ്ഞിൻ ചൂട്. നൂറാണ്ട് നിൽതി ചിറകിന് ചേലവും തൂവല്. നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും. പറയുവാനിതാദ്യമായി വരികൾ മായേ. മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും.
ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന പിതാവേ, ഇന്ന് ദൈവമേ നിന്റെ പ്രിയപ്പെട്ട മകന്റെ ഏറ്റവും പ്രധാനമുള്ളൊരു ദിവസമാകുന്നത് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായി തലമുറകളായി ഞങ്ങളെ വഴി നടത്തുകയും ദൈവമായ കർത്താവെ ഞങ്ങൾ ഈ കാലം അത്രയും സംരക്ഷിക്കുകയും ചെയ്ത ഉപപിതാവെ, നിന്റെ മക്കൾ കൂടാരത്തിലിരുന്ന് സ്വർഗത്തിലേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ നിലവിളികൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും നീ കാതോർക്കണമേ. ദൈവമായ കർത്താവെ, ഈ കുടുംബത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണം, ഇവരുടെ തീരുമാനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഉത്തമന്മാരെ ഭാര്യമാരെ നൽകിയതുപോലെ ഭാര്യമാർക്ക് ഉത്തമന്മാരെ ഭർത്താക്കന്മാരെ നൽകിയതുപോലെ ദൈവമേ, നീ നിശ്ചയിക്കുന്നത് മാത്രമാണ് ഈ ലോകത്തിൽ നടക്കുന്നത്, തീരുമാനിക്കപ്പെടുന്നത്. ഞങ്ങളുടെ തീരുമാനങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നതും അതിനെ ഫലവത്താക്കുന്നതും നിന്റെ ഇടമാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവെ, ഞങ്ങളുടെ തീരുമാനങ്ങളെ മുഴുവനും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ദൈവം നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ നടക്കുവാനും നിന്റെ ഹിതമാകുന്ന പ്രകാരം നടക്കുവാനും തക്കുന്നവരെ സഹായിക്കണമേ. ക്രിസ്തീയ ധർമ്മത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ തക്കണം പ്രിയപ്പെട്ട മകനെയും മകളെയും നീ സഹായിക്കണം. ദൈവമേ, അവരുടെ നന്മയും ഐശ്വര്യവും കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ തക്കുവാനും ഇടയാക്കി തീർക്കണം. ദൈവമായ കർത്താവേ, കനാവിലെ കല്യാണത്തിൽ നീ കടന്നു ചെന്നതുപോലെ ഈ ഭവനത്തിലും നീ കടന്നു വരണമേ. ഞങ്ങളുള്ള കുറവുകളൊക്കെ നോക്കിയിട്ട് ദൈവമായ കർത്താവെ, അതിനെയൊക്കെ നീ പൂർത്തീകരിക്കുമാറാകും. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ നിശ്ചയിച്ചുവെങ്കിലും അവിടുന്നാണല്ലോ പൂർത്തീകരിക്കുന്നവനായ ദൈവം. പരിശുദ്ധ മാലാഖമാരുടെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ മധ്യസ്ഥ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ ഭവനത്തിന് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന ഐശ്വര്യം, ഈ ഭവനത്തിന് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവർ കണ്ട് സന്തോഷിക്കുവാൻ തക്കണം നീ ഇടയാക്കി തീർക്കണമേ. ഇന്ന് നടക്കുന്ന എല്ലാ സംഗതികളും ദൈവമേ ഭംഗിയായി നടക്കുവാൻ തക്കണം നീ സഹായിക്കണമേ. നിന്റെ മാലാഖമാരുടെ കാവലവർക്ക് ഉണ്ടായിരിക്കണമേ. നിന്റെ സംരക്ഷണയിൽ ഇവരൊക്കെ ആയിരിക്കണമേ. ദൈവമായ കർത്താവെ, നിന്റെ സ്നേഹത്തിന് മുമ്പാകെ, നിന്റെ നന്മയ്ക്ക് മുമ്പാകെ ഞങ്ങൾ സകലത് സമർപ്പിക്കുകയാണ്. ഒരു മക്കളെന്ന രീതിയിൽ അപ്പനോട് അപേക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നല്ലതെന്ന് പിതാവെ അവിടുന്ന് അറിയാമല്ലോ. നല്ലതിനെ തൻ്റെ മക്കൾക്ക് നൽകുവാൻ നിശ്ചയിക്കുന്നവനായ പിതാവെ, നല്ല ദാനങ്ങളെ സ്വീകരിക്കുവാൻ തക്കണം ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ഞങ്ങളുടെ ഇടങ്ങളെയും ഒരുക്കണമേ. സകല ദൈവനാമത്തിന് വേണ്ടി സമർപ്പിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആയ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും വേദന പുറത്തുണ്ടാകെ പരിശുദ്ധ സംബന്ധവും സഹവാസവും ദൈവമേ, പ്രിയപ്പെട്ട വിവാഹം നിശ്ചയിക്കപ്പെടാൻ പോകുന്ന മക്കളുടെ കൂടെ, അവരുടെ മാതാപിതാക്കളുടെ കൂടെ, കൂടി വരുന്ന എല്ലാവരുടെ കൂടെയും, ഇത് നടക്കാനിരിക്കുന്ന എല്ലാ സംഗതികളോടും കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും അനേകം കാര്യങ്ങളാകണമേ.
ദാനം ചെയ്യുകേ. സന്തോഷത്തെ ഞങ്ങൾക്ക് ദാനം ചെയ്യണേ. നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തിൽ ചൊല്ലിടണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തിൽ ചൊല്ലിടണമേ. പിതാവിനും കുടുംബം പരിശുദ്ധവുമായിരിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 സ്തുതിയെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ വേണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സംസ്കാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ആളുകളായതിന്റെ അടിയാരോട് കരുണ രാജാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ നാമം പരിശുദ്ധമാകണമേ. എന്റെ രാജ്യം വരണമേ. പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് വേണമേ. ഞങ്ങളുടെ കടക്കാരോട് പോലെ ഞങ്ങളുടെ കടങ്ങൾ പാപങ്ങളിൽ മോഷിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കരുത്. ഇനി ആദർശത്തിൽ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടേ തുടർന്നാലും നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനത്തോട് വാഴ്ത്തുകൊണ്ടാകുന്നു. ദുർബലമായ വാഴ്ത്തുകൊണ്ടാകുന്നു. ശുചിമൂട് പറയുമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സുമേറ്റും അപേക്ഷ വേണ്ടേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹകരമായ ഈ സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തിൻ്റെയും ദൈവമേ നിനക്ക് നന്ദി അർപ്പിക്കുവാനുള്ള അനുഭവത്തിൻ്റെയും ഈ സന്ദർഭത്തിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തലകളെ ഉണക്കി നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് എൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ കർത്താവേ, നിൻ്റെ മകളെയും അവൾക്ക് വേണ്ടി നീ തിരഞ്ഞെടുത്തിരിക്കുന്ന മകനെയും ഈ രണ്ട് കുടുംബങ്ങളെയും ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന മക്കളെല്ലാവരെയും കർത്താവെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചടങ്ങുകളൊക്കെ തന്നെ അവരുടെ വിവാഹ കുദാശയുടെ ഒരുക്കത്തിൻ്റെ സന്ദർഭങ്ങളായിട്ട് കണ്ട് ആ നല്ല തയ്യാറെടുപ്പ് ഉണ്ടാകുവാനും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും തക്കവണ്ണം അനുഗ്രഹിക്കണം. മറലിനു വേണ്ടി നീ തിരഞ്ഞെടുത്തിരിക്കുന്ന മകൻ യേശുവിനെയും കർത്താവെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഒരുക്കത്തിൻ്റെ കാലഘട്ടങ്ങളുമായി കണ്ട് നല്ല പക്വതയോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നൽകണം. കാനാവിലെ കല്യാണ വിരുന്നിലേക്ക് കടന്നു വരികയും അവരെ അനുഗ്രഹിക്കുകയും കർത്താവെ അവരുടെ കുറവുകൾ തീർക്കുകയും അവരെ സന്തോഷം കൊണ്ട് ആനന്ദിപ്പിക്കുകയും ചെയ്ത ദൈവത്തിനാണ്. ഇവരുടെ വിവാഹ കുദാശയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും അതിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. കേരളത്തിൽ വെച്ച് നടക്കാൻ തയ്യാറായിരിക്കുന്ന വിവാഹ കുദാശ യഥാസമയമോട് വെച്ച് നടക്കുവാനും നിൻ്റെ മക്കൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും നിന്നെ സ്തുതിക്കുവാനും സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബജീവിതം നയിച്ച് മാതൃകാപരമായി കാണപ്പെടുവാനും ഇടയാകണം. സത്യവിശ്വാസത്തിൻ്റെ നിറവിൽ ഇത്രത്തോളം ജീവിക്കുവാൻ തക്കവണ്ണം ഇവർക്കെല്ലാവർക്കും നാത്താക്കുവാൻ നൽകി. തുടർന്നും നിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് നിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് കൂടുതൽ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കണം. നിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഇവർക്കെപ്പോഴും തുണയാകണം. ഈ വിരുന്നിനായിട്ട് കടന്നു വന്നിരിക്കുന്ന നിൻ്റെ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ഇതെല്ലാം കർത്താവെ നിന്നെ സ്തുതിക്കുവാനും സ്തോത്രമർപ്പിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള നല്ല അനുഭവങ്ങളായിട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളിലും ഫലപ്രാപ്തിയിലെത്തുന്നത്
നീ അത് അനുഗ്രഹിക്കപ്പെടുമ്പോഴാകുന്നു എന്ന തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ മക്കളുടെ വിവാഹ കുദാശയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും കർത്താവേ അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുവാൻ തക്കോണം നിൻ്റെ കൃപ ഉണ്ടാകണമേ. ഇവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, നിൻ്റെ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ഇവരുടെ പരേതരുടെ ആത്മാക്കളെ സ്വർഗീയ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ മോഹനീയമായ വാസസ്ഥലത്ത് പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനായ നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും അത് നീക്കും തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഞങ്ങളെല്ലാവരോടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും പ്രത്യേകമായിട്ട് നിൻ്റെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന ചടങ്ങുകളോടും തുടർന്നുള്ള എല്ലാ ക്രമീകരണങ്ങളോടും വിവാഹ കുദാശയോടും അവരുടെ കുടുംബജീവിതത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും
അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എൻ്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. കാലാവസ്ഥ നമുക്ക് അനുകൂലമാക്കി സ്വപ്നസാന്നിധ്യം കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായി കഴിയുകയില്ല. കൂടാതൊന്നും ചെയ്യാനും എന്റെ സ്വർഗനാം വഹിച്ചു സ്വർഗസ്ഥാനത്ത് അനുഭവിച്ചു ഞങ്ങളുടെ ശുശ്രൂഷകളെ സഹായിക്കണം. നല്ല സഹയും സഹായിക്കണം. ഈ പ്രിയപ്പെട്ട മലപാടിനെ അനുഗ്രഹപൂർണ്ണമായ ജീവിതത്തിലൂടെ ദൈവത്തെ കുറ്റപ്പെടുത്തുവാനും ഉത്തമ കുടുംബമായിട്ട് ജീവിക്കാനും സഹായിക്കാൻ മാതാപിതാക്കളെ പ്രതിസന്ധിയിലേക്ക് മാറ്റിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ നല്ല ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന ഈ സ്വർഗീയമായ അനുഭവമാണല്ലോ. അവരുടെ
ജീവിതത്തെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ ലഭിക്കണമേ. ഈ സന്തോഷകരമായ അനുഭവത്തിലേക്കാണ് വന്നിരിക്കണമേ. സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. ആപത്തുകളും അനർത്ഥങ്ങളും കൂടാതെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെടുവാൻ പറ്റുന്ന കർത്താവ് സഹായിക്കണമേ. കാനാവിലെ കല്യാണ ഭവനത്തിൽ അങ്ങ് സാന്നിധ്യമായി കൂടെയിരുന്നു പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും സാന്നിധ്യം കുറിച്ച് ദൈവമേ, അവിടുത്തെ കുറവുകളെല്ലാം കൂടുതൽ സ്പഷ്ടമാക്കി കൊടുക്കാം. ദൈവീക സാമർഥ്യം കൊണ്ട് ഞങ്ങളെ ഈ പ്രിയപ്പെട്ട മകന്റെ ബാല്യകാലങ്ങളിൽ ശുശ്രൂഷിച്ചവരെ സ്നേഹിച്ചവരെയും അവരെ പഠിപ്പിച്ചവരെയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ മാതാവിനോടൊപ്പം ചേർക്കാൻ ചെയ്യുന്നു. മാതാവിനോട് ചേർന്ന് സാറായി വാങ്ങിപ്പോടെ ആത്മാക്കളെ പുസ്തപ്രാർത്ഥന എല്ലാ പരിശുദ്ധന്മാരുടെയും വിശുദ്ധവതികളുടെയും പ്രാർത്ഥനയാൽ തന്നെ ും
families. Thank you for being part of this very special day. Today marks not just the joining of two individuals, but the coming together of two families, two sets of dreams and a future filled with hope, love and companionship. As we begin the ceremony, let us offer our prayers and blessings to the couple for a life full of mutual respect, understanding and endless love. Now, I would like to invite Reverend Father M.J. Matthew Achal to lead us in prayer and officially begin the ceremony. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യേശുവിൻ്റെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മെർലിൻ്റെയും വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഈ രണ്ട് കുഞ്ഞുങ്ങളെയും യേശുവിനെ എനിക്ക് അവൻ്റെ ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പുള്ള ബാല്യകാല ജീവിതം, പ്രത്യേകിച്ചും അവൻ്റെ സ്കൂൾ കോളേജ് ടൈം നന്നായിട്ട് അറിയാവുന്ന പ്രിയപ്പെട്ട ജസ്ബിൻ, എൻ്റെ പേരൻസ് രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ദേവാലയത്തിലെ ഏറ്റവും ആദരണീയരായ കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ജോയമാമ ആ പള്ളിയുടെ കൊയലിലെ ഏറ്റവും അട്രാക്റ്റീവായി പാട്ട് പാടുന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദരി. അങ്ങനെ ആ കുടുംബം വളരെയേറെ എനിക്ക് സ്നേഹവും സന്തോഷവുമുള്ള നല്ല ഒരു 3-4 വർഷക്കാലം ഒന്നിച്ച് ആ ദേശത്ത് കഴിയാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതമാകാം, ഭാഗ്യമാകാം, ഭോപ്പാൽ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ചുമതലയിലേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ട മെർലിൻ്റെ വിവാഹ നിശ്ചയം, പ്രത്യേകിച്ച് BC വിലുപ്പങ്കൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസനത്തിലെ വളരെ സീനിയർ മോസ്റ്റ് അംഗവും തെവദോസിസ് തിരുമേനിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനും നാഗപ്പൂർ സെമിനാരിയുടെ സ്ഥാപകരിൽ ഒരാളെന്ന് വിശേഷിക്കാൻ തരത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് മെർലിൻ്റെ ഗ്രാൻഡ് ഫാദർ. ആ കുടുംബം സഭയോട് ചേർന്ന് നിൽക്കുന്നത് വളരെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. അത് വലിയ ഭാഗ്യമാകാം. ഇപ്പോഴത്തെ മെത്രാപ്പൊലീത്തായുടെ അനുഗ്രഹാശസ്സുകളോട് തന്നെയാണ് പ്രിയപ്പെട്ട മെർലിൻ വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസവും ആ ദേവാലയത്തിലേക്ക്, ഈ ഹോളിലേക്ക് വരപ്പെടുന്നത് കൊണ്ട് സാധ്യമായത്. ഇത് ദൈവനിശ്ചയമാകാം. പ്രിയപ്പെട്ട മെർലിൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായക. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വലിയ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ഒരു ഗാനഗോകുലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അത്രമാത്രം. അപ്പം അവിടെ അമ്മായിയമ്മ നല്ല പാട്ടുകാരി, ചെല്ലുന്ന മരുമകളും നല്ല പാട്ടുകാരി. ജസ്വിന് അങ്ങനെ ഗവർണർ ഉണ്ടായിരുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവനിശ്ചയമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് മെർലിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കോറിൽ ഇത്ര ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്ന പെൺകുട്ടി ഏത് പാതിരാത്രിയിൽ വേണമെങ്കിലും ആ കുട്ടിയെ ചുമതലപ്പെടുത്തിയിട്ട് പോയാൽ എനിക്ക് ആ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പള്ളിയിലുള്ള കോർ മെമ്പേഴ്സിനെയൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ അവർ വീട്ടിൽ തിരിച്ചു കൊണ്ട് വിട്ടിട്ട് ആ കൊച്ചു മുഖത്തുള്ളൂ. അപ്പം അത്രമാത്രം വളരെ വളരെ എനിക്ക് വളരെ വിശ്വസനീയമായിരിക്കുന്ന, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയുന്ന നല്ല ഒരു പെൺകുട്ടിയാണ് പ്രിയപ്പെട്ട മെർലിൻ. കൂടാതെ ഞങ്ങളുടെ ഒബേ മാഗസിൻ്റെ ചീഫ് എഡിറ്റർ കൂടിയാണ് പ്രിയപ്പെട്ട മെർലിൻ. എല്ലാം കൊണ്ടും എനിക്ക് ഈ കൊച്ചിനെ ഈ ദേവാലയത്തിൽ വിടാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നതാണല്ല. അപ്പോൾ ദൈവനിശ്ചയമാകട്ടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ അനുഗ്രഹപൂർണ്ണമായിട്ട് ജീവിക്കുന്നത് ഏറെ സന്തോഷമാണ്. പ്രിയപ്പെട്ട ജസ്വിൻ്റെയും മെർലിൻ്റെയും വിവാഹത്തിൻ്റെ ആശീർവദിക്കുന്ന ദിവസങ്ങൾ കുറച്ച് ദിവസം ഉണ്ടെങ്കിലും പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഈ ദിവസങ്ങളിലായിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ജീവിച്ച നോമ്പനുഷ്ഠാനത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾ വിവാഹ ജീവിതത്തിന് പ്രവേശിക്കണം. രണ്ടുപേരും ദേവാലയവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇനിയും നിങ്ങളിത് മുടക്കരുത്. ഏത് സ്ഥലത്ത് അവസരം കിട്ടിയാലും ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട അച്ഛന്മാരോട് ചേർന്ന് നിന്ന് ദൈവികമാകുന്ന കാര്യങ്ങളിൽ ബന്ധപ്പെട്ട നല്ല കുടുംബജീവിതം നയിക്കണമെന്ന് എനിക്ക് സ്നേഹപൂർവ്വം ഓർപ്പിക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ പള്ളിയിൽ ഇപ്പം വികാരിയാകുന്ന ഒരു ദൈവനിശ്ചയം തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭമായിട്ട് കാണുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ കുട്ടിയുടെ മാതാപിതാക്കന്മാരെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുകയാണ്. റായ്പൂർ ഇടവകയിൽ വന്നിരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്.
ഒന്നിച്ച് സഹോദരങ്ങളെ പോലെ ജീവിച്ച ഒരു കാലഘട്ടം അവരെ കണ്ടപ്പോൾ ഓർക്കുകയാണ്. ഇന്നും ആ സ്നേഹബന്ധം തുടരുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തു. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ ഈ ചടങ്ങിലേക്ക് പ്രവേശിക്കട്ടെ. തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുകയാണ്. നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ അനൗൺസ് ചെയ്തെങ്കിലും നിയമപരമായി പ്രത്യേകിച്ച് ചടങ്ങെന്ന നിലയിൽ നമ്മളിലും കൂടി വന്നിരിക്കേണ്ടതിൻ്റെ പർപ്പസ് ഇപ്പോഴും പ്രിയപ്പെട്ട മെർലിൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ എല്ലാവരും വെൽക്കം ചെയ്തുകൊണ്ട് അനൗൺസ് ചെയ്തതായിരിക്കും. പ്ലീസ് കം ടു സ്റ്റേജ്. Respected ladies and gentlemen, we have come here for a particular purpose. Achan has explained that. We welcome all the invitees. Miss Marlene Jacob, daughter of Mr. Jacob Philip and Annama Philip, who are members of Bhopal St. Thomas Orthodox Cathedral, Mr. Jasmine Abraham, son of Mr. Bernard Abraham, and Mrs. Joema Abraham, who are members of St. Mary's Orthodox Church, Raipur. Today, we humbly present the family proposal to our esteemed guests, seeking your blessings and prayers. ബിസി ഫിലിപ്പങ്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഈ ഗാദറിങ്ങിൻ്റെ പർപ്പസ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഈ എക്സ്പ്ലനേഷൻസ് ശരിവെക്കുവാനും അത് ഉറപ്പിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ബഹനാൻ അങ്കിളിൻ്റെ ഭവനത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് ഊട്ടി അങ്കിൾ ഇപ്പോൾ അത് അവരുടെ ഭവനത്തിൽ വേണ്ട തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ അനൗൺസ് ചെയ്തതായിരിക്കും. പ്ലീസ് കം ടു സ്റ്റേജ്. മാത്യു അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന യേശുവിൻ്റെ ബന്ധപത്രാദികൾ, മെർലിൻ്റെ ബന്ധപത്രാദികൾ, സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഞാൻ എന്നെ തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എൻ്റെ പേര് തോമസ് മാത്യു. ഞാൻ ജോസ്വിൻ്റെ പിതാവ് ബെഹനാൻ എബ്രഹാമിൻ്റെ സഹോദരനാണ്. ഇന്നത്തെ ഈ വിവാഹ നിശ്ചയത്തിൻ്റെ തീരുമാനം അനൗൺസ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അനൗൺസ്മെൻറ്റ് വായിക്കും. ദൈവകൃപയാൽ പത്തനംതിട്ട തിരുവല്ല താലൂക്ക് പളഞ്ഞവട്ടം ആനന്തുരുത്തി കാട്ടുപുരപ്പിൽ കുടുംബാംഗവും ഇപ്പോൾ ഹൗസ് നമ്പർ B3/10 സെക്ടർ 1 ഉദയ സൊസൈറ്റി ടാട്ടിമന്ത് റായ്പൂർ ഛത്തീസ്ഗഡിൽ സ്ഥിരതാമസമാക്കിയതും റായ്പൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗവുമായ ശ്രീമാൻ ബെഹനാൻ എബ്രഹാമിൻ്റെയും ശ്രീമതി ജോയമ്മ എബ്രഹാമിൻ്റെയും മകൻ ജസ്മിൻ ബി എബ്രഹാമും ഹൗസ് നമ്പർ F4 ജേന അപ്പാർട്ട്മെന്റ് 242C സെക്ടർ ഇന്ദ്രപുരി ഭോപ്പാലിൽ സ്ഥിരതാമസമാക്കിയതും ഭോപ്പാൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗവുമായ ശ്രീമാൻ ജേക്കബ് ഫിലിപ്പിൻ്റെയും ശ്രീമതി അന്നമ്മ ജേക്കബിൻ്റെയും മകൾ മെർലിൻ ജേക്കബും തമ്മിലുള്ള വിവാഹം 2025 ആണ്ട് ജൂൺ മാസം 30-ാം തീയതി തിങ്കളാഴ്ച പകൽ 11 മണിക്ക് നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വെച്ച് നടത്തുവാനായി ഇരു കുടുംബങ്ങളും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഈ എടുത്ത ഒരു ഭവനത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട തോമസ് കുട്ടികളിൽ പറഞ്ഞു.
ഇത് നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയം ഇപ്പോൾ നടത്തപ്പെടാൻ തക്കണം പോവുകയാണ്. ഈ തീരുമാനങ്ങൾ നിങ്ങൾ എല്ലാവരും എഗ്രി ചെയ്യുന്നുവെങ്കിൽ നല്ല ജോർസ് നല്ല കൈ കാണിച്ചു. ഈ തീരുമാനങ്ങൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ ഇടവകയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി തോമസ് റജി അങ്കിളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുമ്പോട്ട് വരിക. പേരൻസ് Jacob sir and Bhanan uncle, please come to the stage. And one more witnesses, please come. Come for that. Good evening, everybody. By the grace of God, marriage of Miss Marilyn Jacob, daughter of Jacob Philip, Mr. Jacob Philip, Mrs. Annamma Jacob, 242C Sector, Indrapuri, Bhopal, MP. Home parish, Bhopal, St. Thomas Orthodox Cathedral, Ashoka Garden, Bhopal. With Mr. Jaswin B. Abraham, son of Banan Abraham, Mrs. Joyma Abraham. Home address B3/10 Sector 1, Udaya Housing Society, Tatiband, Raipur, Chhattisgarh. Home parish St. Mary's Orthodox Syrian Church, Raipur, Chhattisgarh. To be solemnized in St. Mary's Orthodox Church, Niranam, Kerala on 30th June 2025, Monday at 11 a.m. Engagement has been done in Sayaji Hotel, Vrindavan Hall, Bhopal on 14th June 2025, Saturday, 7:30 p.m. ഇത് അനൗൺസ് ചെയ്തു എങ്കിലും ഒരിക്കൽ കൂടെ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഫൈനൽ അനൗൺസ്മെന്റ് നടത്തുകയാണ്. ഭോപ്പാൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിലെ അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ജേക്കബ് ഫിലിപ്പിൻ്റെയും അന്നമ്മ ജേക്കബിൻ്റെയും മകൾ കുമാരി മെർലിൻ ജേക്കബും റായ്പൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകാംഗമായിരിക്കുന്ന ശ്രീ ബഹ്നാൻ എബ്രഹാമിൻ്റെയും ജോയമ്മ എബ്രഹാമിൻ്റെയും മകൻ മിസ്റ്റർ ജസ്വിൻ ബി എബ്രഹാമും തമ്മിലുള്ള വിവാഹം 30/6/2025 തിങ്കളാഴ്ച പകൽ 11 മണിക്ക് നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുവാൻ തക്കവണ്ണം ഇപ്പോൾ ഇവിടെ വെച്ച് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. സർവശക്തനാകുന്ന ദൈവം ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം അനുഗ്രഹപൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ എടുത്ത തീരുമാനങ്ങൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇപ്പോൾ പരസ്പരം കൈമാറുകയാണ്. അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളവർ മുമ്പോട്ട് വരാം. കുറി കൊടുക്കട്ടെ. കുറി വാങ്ങിക്കട്ടെ.
ഇവിടെ ഗസ്റ്റായിരിക്കുന്നത് വരൻ്റെ കുടുംബാംഗങ്ങൾ. അപ്പം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മെറിലിന് വേണ്ടി ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന വരനെ ആദ്യമേ കാണുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്നവരാണെന്ന് ആതിഥ്യ മര്യാദ അനുസരിച്ച് ഈ എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമെന്ന നിലയിൽ ഈ പ്രിയപ്പെട്ട ജസ്വിനെയും അദ്ദേഹത്തിൻ്റെ പേരൻസിനെയും ഏറ്റവും ക്ലോസ് റിലേറ്റഡ് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റേജിലേക്ക് വരാം. ഒന്ന് കൈയടിച്ച് നിൽക്കുക. ജസ്വിനെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുക. കഴിച്ചോണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കണേ. ജസ്വിനെ എല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇനിയും നമുക്ക് പ്രിയപ്പെട്ട മെറിലിനെയും പപ്പയെയും മമ്മിയെയും പ്രത്യേക സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. മെറിലിൻ സ്പോൺസേഴ്സ്. ഈ രണ്ടുപേരെയും എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ സ്റ്റേജ് അങ്ങ് മാറിത്തരാം. ഇനിയും ഈവൻറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം പിള്ളേരുടെ ഉണ്ട്, നടത്തിക്കൊണ്ടേ. അതുകൊണ്ട് എല്ലാവർക്കും എഴുന്നേറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം അവർ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അനൗൺസ് ചെയ്തോളൂ. എല്ലാം എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തീർന്നിടണമേ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ വേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ടാകും. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായവരോട് കരുണ ചെയ്ത രാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രേമ തരണമേ. കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും പ്രഭു നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നിന്റെ ഉദരഫലമാണ് കർത്താവേ. വാഴ്ത്തപ്പെട്ടവരാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ നമുക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ജസ്മിൻ്റെയും പ്രിയപ്പെട്ട മെറിലിൻ്റെയും
വിവാഹ നിശ്ചയത്തെ അവിടുന്ന് അനുഗ്രഹിച്ചു വാഴ്ത്തണമേ. ഞങ്ങളുടെ പിതാക്കന്മാരെ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും തക്കതായ തുണകളെ കണ്ടെടുത്ത് അവർക്ക് നൽകി അവരുടെ കുടുംബജീവിതം അനുഗ്രഹിച്ചതുപോലെ സർവ്വനന്മകളും നൽകി ഈ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രാർത്ഥനയോടും ധ്യാനത്തോടും ഉപവാസത്തോടും കൂടെ ഈ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം എൻ്റെ മക്കളെ സഹായിക്കണമേ. ദൈവാത്മാഭിഷേകം പ്രാപിക്കുവാനും സ്വർഗീയമായ കുടുംബജീവൻ നയിപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. കർത്താവെ, സ്വർഗീയമാകുന്ന പരദീസയുടെ അനുഭവം ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ തമ്പുരാനിടയാക്കണമേ. പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രതിസന്ധിയുടെ അനുഭവത്തിലും ദൈവത്തിലേക്ക് നോക്കുവാനും കണ്ണുകളെ ദൈവത്തിൽ ഉയർത്തി പ്രാർത്ഥിപ്പാനും ഈ പ്രിയപ്പെട്ട മക്കൾക്കിടയാകണമേ. സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലും സന്താപങ്ങളുടെ അനുഭവങ്ങളിലും ദൈവത്തെ മുറുകെ പിടിക്കാൻ തക്കവണ്ണം ദൈവത്തെ മറന്നൊന്നും ചെയ്യുവാനിടയാകരുതേ. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ വഴികളിലും ദൈവമേ, അങ്ങയോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തപ്പെടാൻ തക്കവണ്ണം സഹായിക്കണമേ. ഒരു ജന്മം നൽകി മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി ജീവിതങ്ങൾ സന്തോഷിപ്പാനിടയാകണമേ. ദൈവമായ കർത്താവേ, അവിടെ നല്ല വളർച്ചയിൽ നല്ല ജീവിതത്തിൽ പരിശുദ്ധ സഭയും സന്തോഷിപ്പാനിടയാകണമേ. നല്ലവനാകുന്ന ദൈവമേ, കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കർത്താവ് ദൈവമേ, ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സർക്കാരുകളിലും ദൈവസാന്നിധ്യം പ്രസാദമായി തരണമേ. നിന്നെ കണ്ട് മനസ്സിലാക്കുവാനും തൊട്ടറിയുവാനും ഞങ്ങൾക്കിടയാകണമേ. നല്ലവനാകുന്ന ദൈവമേ, അവരിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മധ്യസ്ഥത അവർക്ക് അനുഗ്രഹമായി തരണമേ. ദൈവമാതാവിരസമർത്തമറിയാമയുടെയും മാർത്തോമാ സ്നേഹയുടെയും പരിമലമാ ഗ്രിഗോറിയോസ് സിനിമയിലൂടെയും എല്ലാ പരിശുദ്ധ പിതാക്കന്മാരുടെയും മധ്യസ്ഥ പ്രാർത്ഥനയാൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മേലും കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും ഈ കുടുംബാംഗങ്ങളുടെ മേലും ഇപ്പോഴെല്ലാവർക്കും എന്ന് മുന്നേ കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരും കൂടി ഇരിക്കും.